blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിലെ സാമ്പത്തിക സഹായിക്ക് വേണ്ടി എല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, മുണ്ടക്കയത്തുള്ള സാറാമ്മ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ അബ്രഹാമിൻ്റെ കുടുംബം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ യേശു കർത്താവിൻ്റെ രക്ഷയെ അറിയുവാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 5 മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം അവർക്കെല്ലാവർക്കും നൽകണമേ. സകലരുടെ മേൽ സകല അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ അങ്ങനെ ചെയ്ത കൃപകൾക്കായി നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ, വെസ്റ്റ് മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ, വെസ്റ്റ് മഹാരാഷ്ട്ര. തൊട്ടടുത്തിരിക്കുന്ന സഹോദരിയുടെ പേര് ഡയാന എന്നാണ്. തൻ്റെ സ്ഥലം ബാംഗ്ലൂരാണ്. ഇപ്പോൾ താൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ്. ഈ സഹോദരിയുടെ ജീവിതം സ്വദേശമാണോ അതോ ഈ സ്വദേശമാണോ? ബാംഗ്ലൂരുകാരിയാണ്. ഇവിടെയാണ്, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഈ സഹോദരി പറഞ്ഞത് എങ്ങനെയാണ്, തൻ്റെ ജീവിതം ബ്ലെസ്സിംഗ് ടുഡേ കാണുന്നതിന് മുമ്പ് മുഴുവൻ പരാജയമായിരുന്നു. സംഭവിക്കുന്നതെല്ലാം പരാജയം. ചെറുപ്പം മുതലേ താൻ എന്ത് ചെയ്താലും അത് പരാജയമായി പോകും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഈ സഹോദരിയുടെ ജീവിതം എന്ന് പറയുന്നത്. തനിക്ക് ബാംഗ്ലൂരിൽ ഒരു സ്കൂളിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. താൻ അവിടെ ആ കോളേജിൽ തന്നെയാണ് താൻ പഠിച്ച് തനിക്ക് ആ കോളേജിൽ തന്നെ തനിക്ക് ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി കിട്ടി. എന്നാൽ ആ കോളേജിലുള്ള മറ്റു ടീച്ചേഴ്സ് എല്ലാം തന്നെ ഒത്തിരി കളിയാക്കുമായിരുന്നു. താൻ എല്ലാവരിലും പ്രായം കുറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കുത്തുവാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സഹോദരിക്ക് വല്ലാതെ മാനസിക പ്രയാസമായി. അങ്ങനെ ഒത്തിരി താൻ ദിവസങ്ങളോളം താൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നേച്ചു. തൻ്റെ ജീവിതം മുഴുവനും താൻ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ തന്നെ കുത്തുവാക്കുകൾ കേട്ടാണ് താൻ വളർന്നത്. തനിക്കൊരു ജോലി കിട്ടിയപ്പോഴും അവിടെയും തനിക്ക് പ്രശ്നം, സ്കൂളിൽ പഠിച്ചപ്പോഴും അവിടെയും തനിക്ക് പ്രശ്നം. അങ്ങനെ വല്ലാതൊരു പ്രതിസന്ധിയിലായിരുന്നു ഈ സഹോദരിയുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തനിക്കൊരു വിവാഹാലോചന വരികയുണ്ടായി. തനിക്ക് ബോംബെയിലുള്ള ഒരു പയ്യൻ തനിക്ക് തൻ്റെ പേരൻസുമായി ആലോചിച്ചൊരു വിവാഹം തനിക്ക് വന്നു. എൻ്റെ എൻഗേജ്മെൻറ്റ് ഡേറ്റും ഫിക്സ് ചെയ്തു. ഫിക്സ് ചെയ്ത സമയത്ത് ഈ സഹോദരി ബാംഗ്ലൂരാണ്, സഹോദരൻ്റെ വീട് ബോംബെയിലാണ്. ആ സമയത്ത് അവർക്കൊരു സംശയം, ഈ മോളെക്കുറിച്ചൊരു സംശയമുണ്ടായി. അങ്ങനെ ഈ സഹോദരിക്ക് അതുമില്ലാത്ത പ്രയാസം. തനിക്കൊരു വിവാഹാലോചന വന്നപ്പോൾ അതിങ്ങനെയായി. ഒടുവിൽ തൻ്റെ എൻഗേജ്മെൻറ്റ് നടന്നു. എൻഗേജ്മെൻറ്റ് നടന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോഴും പിന്നെ വല്ലാതെ തന്നെ മാനസികമായിട്ട് അവർ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അങ്ങനെയും വല്ലാതെ പ്രയാസമായി. ലാസ്റ്റ് ആ വിവാഹം മുടങ്ങിപ്പോയി. ഡേറ്റ് വരെ വേണ്ടാന്ന് വെച്ചു. അത് സഹോദരിക്ക് സഹിക്കുവാൻ പറ്റുന്നതിലും അധികമായിരുന്നു. അത് തന്നെ വല്ലാത്ത ഡിപ്രഷനിലേക്കാക്കി. തന്നെ ഒത്തിരി നാൾ താൻ ഒറ്റയ്ക്കിരുന്ന് കരയുകയും മറ്റാരുടെ മുമ്പിൽ പോകാതെ പുറത്തേക്ക് ഇറങ്ങാതെയൊക്കെ സഹോദരി ഒത്തിരി നാൾ വളരെ വിഷമിച്ചിരുന്നു. അതിനുശേഷം തനിക്ക് ഒത്തിരി വിവാഹാലോചന വന്നെങ്കിലും ഏറ്റവും അടുത്ത് വരും, പക്ഷേ അത് മുടങ്ങിപ്പോകും. അങ്ങനെയായി സഹോദരി വല്ലാതെ പ്രയാസപ്പെട്ടു. ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ തനിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതെ ഫോൺ വിളിച്ചവരെ ആൾക്കാർ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ സഹോദരി താൻ പലതവണ താൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. വെയിൻ കട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. അതിൻ്റെ പാടുകളൊക്കെ കയ്യിലുണ്ട്. ഒത്തിരി പ്രാവശ്യം താൻ അങ്ങനെ ശ്രമിച്ചു. തനിക്ക് മരിക്കണമെന്നുള്ള ചിന്ത, നിരാശ കയറി ഇടയ്ക്കിടയ്ക്ക് താൻ ഇങ്ങനെ എപ്പോഴും തനിക്ക് മരിക്കണം എന്നുള്ള ചിന്ത തന്നെ ഭരിക്കുവാൻ ഇടയായി തീർന്നു. എപ്പോഴും തനിക്ക് ജീവിത പരാജയമാണല്ലോ, തനിക്ക് എന്ത് ചെയ്താലും വിജയിക്കില്ല എന്നുള്ളൊരു പ്രയാസം തനിക്ക് വന്നു. 2013 ഏറ്റവും അടിമയിലായിട്ട് താൻ D.Ed പഠിക്കാനായിട്ട് താൻ ഒരു ബാംഗ്ലൂരിലുള്ള കോളേജിൽ താൻ ചേർന്നു.
അവിടെ അതിനിടയിൽ 2014 ആദ്യ മാസമാണ് ചാനൽ മാറ്റുന്നതിനിടയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ഈ സഹോദരി കാണാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ആദ്യ മാസങ്ങളിൽ. ആ സമയത്ത് തന്നെ ഈ സഹോദരി പറയുന്നതാണ്, ബ്രദറിൻ്റെ ആ പ്രാർത്ഥനയും വാക്കുകളും ഈ സഹോദരിയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അങ്ങനെ ആ പ്രോഗ്രാം താൻ 7 മണിയാകുമ്പോൾ എല്ലാ ദിവസവും താൻ ആ പ്രോഗ്രാം കണ്ടതിന് ശേഷമാണ് താൻ D.Ed പഠിക്കുവാനായിട്ട് താൻ കോളേജിൽ പോകുന്നത്. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ വരാൻ തുടങ്ങി. യേശുവിനോട് താൻ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇങ്ങനെ പ്രോഗ്രാം കാണാൻ തുടങ്ങി. ഈ സഹോദരിയുടെ ജീവിതത്തിൽ പതിയെ പതിയെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. മറ്റതെല്ലായിടത്തും പരാജയമായിരുന്ന ഈ സഹോദരി D.Ed ചേർന്ന് താൻ ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടാത്ത ഈ സഹോദരി ആ സ്കൂളിൽ സ്റ്റുഡൻസിൻ്റെ അതിൻ്റെ ലീഡേഴ്സിൻ്റെ സെക്രട്ടറി ആയി മാറി. ആ സ്കൂളിൽ തന്നെ ഒട്ടും പുറത്തിറങ്ങാതെ ആരോടും ഇടപഴകാത്ത സഹോദരി തൻ്റെ ഈ പ്രോഗ്രാം കണ്ടതിലൂടെ യേശുവിനോട് പ്രാർത്ഥിച്ചത് മൂലം തനിക്ക് താൻ പറയുന്നത് എന്തെന്നില്ലാത്തൊരു ധൈര്യം തനിക്ക് ജീവിതത്തിൽ കിട്ടി. അതിലൂടെ തനിക്ക് പ്രത്യാശ വന്നു. മരണചിന്ത പൂർണ്ണമായി മാറിപ്പോയി. തനിക്ക് യേശു ഇനി നല്ലൊരു ജീവിതം തരും, നല്ല ജോലി തരും എന്നുള്ള പ്രത്യാശയോടെ താൻ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി, അങ്ങനെ കഴിയാൻ തുടങ്ങി. മാത്രമല്ല D.Edന്റെ റിസൾട്ട് വന്നപ്പോൾ താൻ ഡിസ്റ്റിങ്ഷനോടെ അതിൽ പാസ്സാകുകയും ചെയ്തു. ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി വളരെ. പിന്നെ തനിക്ക് ഒത്തിരി ടാലൻറ്റുകൾ, താൻ പറയുന്ന ഈ ടാലൻ്റൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. താൻ ആങ്കറിങ് ചെയ്യും, ഡ്രോയിങ് ചെയ്യും. അതിനിടയിൽ താൻ നമ്മുടെ പ്രെയർ ഡയറി വാങ്ങിച്ചു. അതിനിടയിൽ നമ്മുടെ ബാംഗ്ലൂരിൽ ഒരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ സഹോദരി വന്ന് പങ്കെടുത്തു. അതും തൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവിടെ നിന്ന് താൻ ഒരു പ്രെയർ ഡയറി കരസ്ഥമാക്കി അതിനകത്ത് തൻ്റെ പ്രയാസങ്ങൾ മുഴുവൻ എഴുതി വെക്കാൻ തുടങ്ങി. വീണ്ടും ഒരു വിവാഹാലോചന വന്നു. അത് പ്രെയർ ഡയറി താൻ എഴുതി വെച്ചിരുന്നു. ആ ചെറുക്കൻ്റെ സ്വഭാവ ഗുണങ്ങൾ അതെല്ലാം എഴുതി വെച്ചു. സഹോദരി അതൊക്കെ എഴുതി വെച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനുശേഷം വന്നത് അതുപോലെ തന്നെ ഒരു പയ്യൻ തനിക്ക് വരികയും ഈ ഒക്ടോബർ 3-ാം തീയതി തൻ്റെ അതിമനോഹരമായി കർത്താവ് തൻ്റെ കല്യാണം നടത്തി കൊടുത്തു എന്ന ഈ സഹോദരി പറഞ്ഞു. ഉയർത്തി യേശുവിനെ നന്ദി പറയാം. കർത്താവെ, ഈ സഹോദരിക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി. ഒരു ജീവിതത്തെ കർത്താവെ പടുകുഴിയിൽ നിന്നും പണിതെടുത്ത് ഉയർത്തി ഇത്രത്തോളം മാനിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. എന്ന് മാത്രമല്ല, ഈ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരിൽ ആരെങ്കിലും നിരാശയിലൂടെ പോകുന്നെങ്കിൽ, പരാജയങ്ങളിലൂടെ പോകുന്നെങ്കിൽ അവർക്ക് കൂടെ നീ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ദൈവിക വിടുതലുകൾ അവർക്ക് നൽകണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. Spirits have hunger and thirst. നമ്മുടെ ആത്മാവിന് വിശപ്പും ദാഹവുമുണ്ട്. Say it again. നമ്മുടെ ആത്മാവിന് വിശപ്പും ദാഹവുമുണ്ട്. And God says, for you my children, all my food and drink are absolutely free. ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ മക്കളായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നൽകുന്നതെല്ലാം, ആത്മീയമായ ഭക്ഷണം എല്ലാം ഞാനത് സൗജന്യമായിട്ടാണ് നൽകുന്നത്. How many of you are hungry here? How many of you are thirsty here? God wants to give you a great banquet, a great feasting today, free of cost. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇന്ന് വിശപ്പുണ്ട്, എത്ര പേർക്ക് ദാഹമുണ്ട്, അങ്ങനെയുള്ള ഓരോരുത്തർക്കും ഇന്ന് ദൈവം ഇന്നൊരു ആത്മീകമായൊരു സദ്യ, ആത്മീകമായൊരു വിരുന്നിനെ നൽകാൻ പോവുകയാണ്. In my early days, I had never found out
this banqueting table of the Heavenly Father. എൻ്റെ ആദ്യകാല സമയങ്ങളിൽ ഞാൻ ഒരിക്കലും ഈ ദൈവത്തിന്റെ വിരുന്നിനെ പറ്റി, സദ്യയെ പറ്റി ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. Hallelujah. ഹല്ലേലൂയ. He is the one who fed all the millions of Israelites in the wilderness. ആ ദൈവമാണ് ദശലക്ഷം വരുന്ന ആ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ താൻ പോഷിപ്പിച്ചത്. Every day God gave them breakfast, lunch, dinner, snacks and all the spiritual drink. എല്ലാ ദിവസവും അന്ന് ഉണ്ടായിരുന്ന ആ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ഭക്ഷണവും ഡിന്നറും അത്താഴവും എല്ലാം കൊടുത്ത ദൈവം അവരെ അനുഗ്രഹിച്ചു. Hallelujah. ഹല്ലേലൂയ. God is the one who will feed us even today. ആ ദൈവം തന്നെയാണ് ഇന്നും നമ്മളെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. One day Jesus came to this world. ഒരിക്കൽ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. We read John chapter 6. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ Verse വായിക്കുമ്പോൾ number 35. അതിന്റെ 35-ാമത്തെ വാക്യം, And Jesus declared, I am the bread of life. Whoever comes to me will never go hungry. And whoever believes in me will never be thirsty. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. In other words, Jesus himself one day 2000 years back came into this world and declared he is the bread of life. ഒരിക്കൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് താൻ തന്നെ ഇറങ്ങി വന്നിട്ട് യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്, ഞാനാകുന്നു ജീവന്റെ അപ്പം. I told you when I was in my college days, I started to read all the spiritual books in the world which I came across. ഞാൻ പറഞ്ഞു, എൻ്റെ കോളേജ് പഠന കാലത്ത് ഞാൻ എൻ്റെ മുൻപിൽ വന്ന ഒത്തിരി മതപരമായ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. But it could not satisfy my hungry soul and spirit. അത് അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒന്നും തന്നെ എൻ്റെ ആത്മാവിൻ്റെ, എൻ്റെ പ്രാണന്റെ വിശപ്പിനെ കെടുത്തുവാൻ ഒരിക്കലും സാധിച്ചിരുന്നില്ല. Finally, I turned to the word of God. അവസാനമായി ഞാൻ ഈ ദൈവവചനത്തിലേക്ക് നേരെ തിരിയുവാനിടയായി തീർന്നു. Early in the morning, I would wake up and go through the pages of the Bible. ആ സമയങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് ദൈവവചനത്തിന്റെ താളുകളിലൂടെ ഞാൻ കടന്നു പോകുമായിരുന്നു. And something started happening in my spirit. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മാവിൽ എന്തൊക്കെയോ ചിലത് ആ സമയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. The word of God started nourishing my hungry soul. എൻ്റെ മനസ്സിന്റെ, എൻ്റെ പ്രാണനെ, വിശക്കുന്ന പ്രാണനെ എൻ്റെ ദൈവത്തിന്റെ വചനം അതിന് പോഷിപ്പിച്ചുകൊണ്ടിരുന്നു. Even after many years, I'm doing the same practice. The word of God is satisfying my hunger. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇന്നും ഞാൻ ആ ദൈവത്തിന്റെ വചനം അതുപോലെ വായിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവവചനമാണ് എൻ്റെ ആത്മാവിന് ഭക്ഷണമായി കൊണ്ടിരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. I request all of you to go to John chapter 6 right now. എല്ലാവരും യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് പോകുവാൻ ഞാൻ Now ഓർമ്മിപ്പിക്കുകയാണ്. we are going to read verse number 37. ഈ സമയത്ത് അതിന്റെ 37-ാമത്തെ വാക്യം നമ്മൾ വായിക്കാൻ All പോവുകയാണ്. those the Father gives me will come to me, and whoever comes to me I will never drive away. പിതാവ് എനിക്ക് തരുന്നവനൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. Jesus says, all those the Father gives me will come to me. യേശു കർത്താവ് പറയുകയാണ്, പിതാവ് എനിക്ക് തരുന്നവനൊക്കെയും എൻ്റെ അടുക്കൽ വരും. All of you are now at the side of Jesus because the Heavenly Father gave you into the hands of Jesus. നമ്മൾ ഇന്ന് യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത് സ്വർഗത്തിലെ പിതാവ് നമ്മളെ ഓരോരുത്തരെയും എടുത്ത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. And Jesus says, I will never drive you away because the Heavenly Father have given you to me. യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ ഒരു നാളും നിങ്ങളെ തള്ളിക്കളയുകയില്ല, കാരണം നിങ്ങളെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തന്നത് സ്വർഗത്തിലെ പിതാവാണ്. Hallelujah to Jesus. കൈകൾ ഉയർത്തി വലിയൊരു ഹല്ലേലൂയ യേശുവിന് കൊടുത്താലും. Verse number 39, and this is the will of him who sent me, and that I will lose none of all those he has given to me, but raise them up the last day. 39-ാമത്തെ വാക്യം, അവൻ എനിക്ക് നൽകിയവരിൽ ആരെയും നഷ്ടമാക്കാതെ എല്ലാവരെയും അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. Many of you have come for healing or financial breakthrough, but Jesus says,
because you have come to me, I will never leave you nor forsake you. And not only that, I am giving you not only a short life here, but eternal life, everlasting life. യേശു കർത്താവോട് പറയുന്നു, നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട്, ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ട് രോഗസൗഖ്യത്തിനോ അത്ഭുതത്തിനു വേണ്ടി അങ്ങനെയല്ല നിങ്ങൾ ഇവിടെ എത്തിച്ചേർന്നതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾക്കൊരു ചെറിയൊരു ജീവിതമല്ല ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്, നിത്യമായ ജീവിതം, എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജീവിതം ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകാൻ പോവുകയാണ്. Hallelujah. Hallelujah. That is the greatest gift from the Lord, eternal life in the Son of God. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം, യേശു കർത്താവിലുള്ള നമ്മുടെ നിത്യജീവനാണ്. Verse number 40 says, for my Father's will is that everyone who looks to the Son and believes in him shall have eternal life, and I will raise them up at the last day. 39ാമത്തെ വാക്യം, അവൻ എനിക്ക് നൽകിയവരിൽ ആരും നഷ്ടമാകാതെ എല്ലാവരും അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. What is the heavenly Father's will for you? എന്താണ് സ്വർഗ്ഗത്തിലെ പിതാവിന് നമ്മളോടുള്ള ഹിതം, ഇഷ്ടമെന്ന്? What is the heavenly Father's desire for all of us? നമ്മൾ ഓരോരുത്തരും പറ്റിയുള്ള സ്വർഗ്ഗത്തിലെ പിതാവിന്റെ ഇഷ്ടം എന്താണ്? After this life, we should rise up to live with Jesus forever. നമ്മൾ ഈ ലോകത്തിൽ, നമ്മുടെ ജീവിതത്തിന് അവസാനം നമ്മൾ ഉയർത്തെഴുന്നേറ്റിട്ട് യേശുവിനോട് കൂടെ എന്നും എന്നേക്കുമായി നമ്മൾ വാഴേണ്ടതിന്, വസിക്കേണ്ടതിന് വേണ്ടിയാണ്. കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാലോ. Verse number 47, very truly I tell you, the one who believes has eternal life. 47ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. Say it again. 47ാമത്തെ വാക്യം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. Hallelujah. Hallelujah. You will die, but after that the Lord will give you eternal life, and you will live forevermore with the Lord Jesus. നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ നിങ്ങളുടെ ജീവിതത്തിന് അവസാനമായി ദൈവം നിത്യമായ ജീവൻ നിങ്ങൾക്ക് നൽകും. ഇവിടെ കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയില്ല, യേശുവിനോട് കൂടെ എന്നും എന്നും നിങ്ങൾ ജീവിക്കുന്നതാണ്. Hallelujah. Hallelujah. Verse number 48, I am the bread of life. Jesus is saying again. യേശു കർത്താവ് വീണ്ടും അവിടെ പറയുകയാണ് 48ാമത്തെ വാക്യത്തിൽ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. Your ancestors ate the manna in the wilderness, yet they died. 49ാമത്തെ വാക്യം, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചിട്ടും മരിച്ചുവല്ലോ. Here is the bread that comes down from heaven, which anyone may eat and not die. ഇതാ ഭക്ഷിക്കുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന അപ്പമാകുന്നു. Hallelujah. Hallelujah. Verse number 51, I am the living bread that came down from heaven. Whoever eats this bread will live forever. This bread is my flesh, which I give for the life of the world. 51ാമത്തെ വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. Hallelujah. Hallelujah. Jesus came to this world to give his own flesh so that the world will be saved. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ ശരീരത്തെ നമുക്ക് വേണ്ടി നൽകുവാൻ. അതെന്തിനെന്നറിയാമോ? ഈ ലോകം രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. Hallelujah. Hallelujah. Verse number 53, Jesus said to them, very truly I tell you, unless you eat the flesh of the Son of Man and drink his blood, you have no life in you. 53ാമത്തെ വാക്യം, ഞാൻ അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം ഭക്ഷിക്കാതെയും അവന്റെ രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. Hallelujah. Hallelujah. Praise God. So Jesus is saying again and again, I am the bread of life. യേശു കർത്താവ് ഇവിടെ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. Now this bread, Jesus says, is my flesh. യേശു കർത്താവ് ഇവിടെ പറയുകയാണ്, ഈ അപ്പം എൻ്റെ മാംസമാകുന്നു. Hallelujah. Hallelujah. Jesus gave his own body or his own flesh on the cross of Calvary to be crucified so that we may be fed by his flesh. യേശു കർത്താവ് കാൽവരി ക്രൂശിന്റെ മേൽ തൻ്റെ ശരീരം, തൻ്റെ
മാംസം നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടു. കാരണമെന്ന് പറയാമോ, തന്നെ ഭക്ഷിക്കുന്നവൻ എന്നും ജീവിക്കുന്നതിന് വേണ്ടിയാണ്. And also the Bible says the word of God became flesh in this world. ബൈബിൾ മറ്റൊരു തരത്തിൽ പറയുന്നു, ദൈവവചനം ഈ ലോകത്തിൽ മാംസമായി വന്നു. In other words, today practically what we have to do, eat the word of God so that it will satisfy our spiritual hunger. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രായോഗികമായി പറയുകയാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ജീവന് വേണ്ടി, ആത്മാവിൻ്റെ ഭക്ഷണമായി നമ്മൾ കഴിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായിക്കേണ്ടത്. So this is about the spiritual food. ഇതാണ് ആത്മീകമായ ഭക്ഷണത്തെ പറ്റി പറയുന്നത്. What about spiritual drink? എന്താണ് ആത്മീകമായ പാനീയം? John chapter 4, when we read the description about the Samaritan woman, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ശമരിയക്കാരിയായ സ്ത്രീയുടെ കാര്യങ്ങളെ പറ്റി നമ്മൾ വായിക്കുമ്പോൾ Jesus said, if you drink this water, you'll be thirsty again. But the water I give, and if you drink that, you will never be thirsty again. അവിടെ ശമരിയക്കാരിയായ സ്ത്രീയോട് യേശു കർത്താവ് പറയുകയാണ്, നീ ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിനക്ക് വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നിനക്ക് തരുന്ന വെള്ളം നീ കുടിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു നാളും ദാഹിക്കുകയില്ല. Jesus is also speaking about a spiritual drink. യേശു കർത്താവ് അവിടെ ഒരു ആത്മീകമായ പാനീയത്തെ പറ്റി അവിടെ സംസാരിക്കുകയാണ്. John chapter 7 verse number 37 onwards. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. The last day of the feast, Jesus cried out to the crowd. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാൾ യേശു കർത്താവ് അവിടെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, If you are thirsty, whoever are thirsty, come to me. ദാഹിക്കുന്നവൻ എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. Hallelujah. ഹല്ലേലൂയ. And I will give you living waters. ഞാൻ നിങ്ങൾക്ക് ജീവനുള്ള വെള്ളം നൽകാൻ പോകുകയാണ്. And from those who believe, living streams of water shall be coming out of his belly. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുവാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Jesus is giving us spiritual food and spiritual drink. യേശു കർത്താവ് നമുക്ക് ആത്മീകമായ ഭക്ഷണവും ആത്മീകമായ പാനീയവും നൽകുകയാണ്. Every day, if you are a saved child of God, you have to feed on the bread of life, that means the word of God, and you have to drink the spiritual drink, that is the Holy Spirit. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും യേശുവിന്റെ ശരീരമാകുന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വായിക്കണം. അത് മാത്രമല്ല, യേശുവിന്റെ ആത്മീകമായ പാനീയമാകുന്ന ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കുടിക്കേണ്ടതാണ്. Hallelujah. ഹല്ലേലൂയ. Bigger hallelujahs everywhere. ശബ്ദമുയർത്തി എല്ലായിടത്തും വലിയ വലിയ ഹല്ലേലൂയ യേശുവിനെ Clap your കൊടുക്കണം. hands and shout hallelujah to the Lord. കൈകൾ അടിച്ചുകൊണ്ട് യേശുവിന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയാലും So many people are going around the world in search of spiritual food and drink. ഈ ലോകത്തിൽ ഒത്തിരി ആളുകൾ ആത്മീകമായ ഭക്ഷണത്തിന് വേണ്ടി, ആത്മീക പാനീയത്തിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. Western people are coming to the eastern countries, and eastern people are coming to the western countries. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ ഇവിടെ പൗരസ്ത്യ നാടുകളിലേക്ക് വന്ന് ഇവിടുത്തെ ഇതിനു വേണ്ടി നോക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് അവർ പോകുകയാണ്. People think that the spiritual drink is there, the spiritual bread is there. ആളുകൾ പറയുകയാണ്, എന്റെ ആത്മീക ഭക്ഷണം അവിടെ ഇരിക്കുകയാണ്, എന്റെ ആത്മീക ഭക്ഷണം ഇവിടെ ഇരിക്കുകയാണ് അവർ ചിന്തിക്കുകയാണ്. Jesus says, I am the bread of life. എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ഞാനാകുന്നു ജീവന്റെ അപ്പം. I am the spiritual food for you. ഞാനാണ് നിങ്ങൾക്ക് ആത്മീകമായ ഭക്ഷണമായി മാറുന്നത്. I am giving you myself. എന്നെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. I am giving you my Holy Spirit. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. Hallelujah. ഹല്ലേലൂയ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ ഫെബ്രുവരി 19 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീകൃപ ബാൻക്വറ്റ് ഹാൾ, സെക്ടർ 6, കാന്ത കോളനി, പൻവേൽ, വെസ്റ്റ് മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ ഫെബ്രുവരി 20 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ, വെസ്റ്റ് മഹാരാഷ്ട്ര. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇപ്പോൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങ് കൈനീട്ടി അപ്പസ്തോലപ്രവൃത്തിയിൽ 4:30 കാണുന്നത് പോലെ കർത്താവെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ തൃക്കൈ ഇപ്പോൾ നീട്ടുന്നതിനായി നന്ദി പറയുന്നു. വിട്ടുമാറാത്ത രോഗങ്ങൾ സൗഖ്യമാകട്ടെ. 30 വർഷത്തിലധികമായുള്ള ചില പഴകിയ രോഗങ്ങൾ
പ്രത്യേകിച്ച് ആസ്മ, അതുപോലെയുള്ള ഷുഗർ പ്രോബ്ലംസ്, ഉറക്കത്തിൻ്റെ തടസ്സങ്ങൾ തുടങ്ങിയ വിവിധ രോഗങ്ങൾ, പ്രത്യേകിച്ച് 30 വർഷത്തിലധികമായ രോഗങ്ങൾ, പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ശരീരത്തിൽ പല സ്ഥലങ്ങളിലെ ലംബുകൾ, ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതുപോലെ യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓവറിയിലുള്ള സിസ്റ്റുകൾ മാറിപ്പോകട്ടെ ഇൻ ജീസസ് നെയിം. കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ അനാവശ്യമായ ബ്ലീഡിങ്ങുകൾ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. പൈൽസ് രോഗവും സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. ഫിസ്റ്റുല സൗഖ്യമാകട്ടെ. ഹെർണിയ മാറിപ്പോകട്ടെ ഇൻ ജീസസ് നെയിം. കാൽമുട്ടുകളിൽ നീരുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. കാൽപാദത്തിലുള്ള നീരുകൾ സൗഖ്യമാകട്ടെ. ആ വിടുതലുകൾക്കായി നന്ദി പറയുന്നു. പൂർണ്ണ സൗഖ്യത്തിനായും നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ദൈവകരങ്ങളിലേക്ക് ഇന്ന് ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. മദ്യപാനത്തിന് പുറത്തു വരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവെ തൊട്ടനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഈ സ്ക്രീനിലേക്ക് ഇപ്പോൾ 2 കൈകളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉള്ളിൽ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളിപ്പോൾ വിടുതലുണ്ടാകട്ടെ, സൗഖ്യവും വിടുതലും ഉണ്ടാകട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. അടുത്ത തിങ്കളാഴ്ച എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഇന്ന് പൻവേലിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. നാളെ കല്യാണിലാണ്. ഇതിൽ വരാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ വന്നു ചേരണം. അവിടെ വരുമ്പോൾ ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സ് എന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് കരസ്ഥമാക്കാം. മറ്റ് സ്ഥലങ്ങളിലുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള എങ്ങനെയാണ് കരസ്ഥമാക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വെബ്സൈറ്റ് സന്ദർശിക്കുക, ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുപോലെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ വിവിധ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നടക്കുന്ന വർഷിപ്പിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് സംബന്ധിക്കാം. അതിലൂടെ എല്ലാം ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും, സഹായിക്കും. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.